ഭാവി സുരക്ഷിതമാക്കാനുള്ള സ്വപ്നങ്ങളുമായി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലുള്ളത്. എന്നാൽ കുടിയേറ്റ നയങ്ങളിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന സ്വപ്നം തകരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നേരിടുന്നത്. കാനഡയിൽ നിന്ന് തന്നെ നാടുകടത്തപ്പെടാൻ സാധ്യതയുള്ള പുതിയ ഫെഡറൽ നയത്തിനെതിരെ പൊരുതാൻ നിരവധി വിദ്യാർത്ഥികളാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. പെട്ടെന്നുണ്ടായ പ്രഖ്യാപിത ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾ 70,000-ലധികം വിദ്യാർത്ഥി ബിരുദധാരികളുടെ ഭാവിയെ ഭയപ്പെടുത്തുന്നു എന്ന കണക്കുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പ്രവിശ്യയിലെ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നടക്കം ക്യാമ്പ് ചെയ്ത് പ്രതിഷേധം ആരംഭിച്ചിട്ട് ഏകദേശം 3 മാസമായി. പഠനം പൂർത്തിയാക്കി കാനഡയിൽ തന്നെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികളിൽ അതിന്റെ ആഘാതം വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് കനേഡിയൻ സർക്കാർ വരുത്തിയ പുതിയ നയമാറ്റങ്ങൾ എന്നറിയാം. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ മാറ്റങ്ങളിൽ പഠനാനുമതിക്കായി ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട് കടത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചു. കൂടാതെ പുതിയ മാറ്റങ്ങൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 6% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞ വേതനത്തിൽ താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തു. മറ്റൊന്ന്, തൊഴിലുടമകൾ 10% തൊഴിലാളികളെ മാത്രം കുറഞ്ഞ വേതനത്തിൽ താൽക്കാലിക വിദേശ തൊഴിലാളികളായി നിയമിക്കുന്നത് പരിമിതപ്പെടുത്തും. കൂടാതെ ഈ തൊഴിലാളികളുടെ പെർമിറ്റുകൾ 2 വർഷത്തിൽ നിന്ന് 1 വർഷമായി വെട്ടിക്കുറക്കുകയും ചെയ്യും. ഇതാണ് കനേഡിയൻ സർക്കാർ വരുത്തിയ പുതിയ നയമാറ്റങ്ങൾ. എന്നാൽ ഈ മാറ്റങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിസി മാറ്റത്തിന് മുന്നേ സാധുതയുള്ള വർക്ക് പെർമിറ്റിൽ തന്നെ കാനഡയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പഴയ സമ്പ്രദായത്തിന് കീഴിൽ തുടരാൻ അനുവദിക്കണം. കൂടാതെ PNP നറുക്കെടുപ്പുകളിൽ നിന്ന് വിൽപ്പന, സേവനങ്ങൾ, ട്രെക്കിംഗ് തുടങ്ങിയ മേഖലകളെ അടുത്തിടെ ഒഴിവാക്കിയത് നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 65 പോയിന്റ് ആവശ്യമുള്ള നിലവിൽ പോയിന്റ് സമ്പ്രദായം 25 വയസ്സിന് താഴെയുള്ളവർ നേടുന്നത് അസാധ്യമാണ്. അതിനാൽ മറ്റ് മേഖലകളിലെ അതേ അവസരങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. അതേസമയം പുതിയ PR മാനദണ്ഡങ്ങൾ പാലിക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നതിനായി വിദ്യാർത്ഥികൾ അവരുടെ വർക്ക് പെർമിറ്റ് നീട്ടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു നിയമമാറ്റം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ ആഘാതം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു അപ്രതീക്ഷിത നയമാറ്റങ്ങൾ ഏകദേശം 70,000 ഇന്ത്യൻ വിദ്യാർത്ഥി ബിരുദധാരികളെ ബാധിക്കുന്നു. ഇതോടെ ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാകുമോ എന്ന ആശങ്കയിലാണിവർ. കൂടാതെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പ്രകാരം ഈ പരിധി 2024 ഏകദേശം 3,60,000 അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾക്ക് കാരണമാകുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 35% കുറവ്. അതേസമയം കാനഡയിൽ സമീപ വർഷങ്ങളിൽ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വർധനയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ വർധനയുടെ ഏകദേശം 97 ഇമിഗ്രേഷനോട് കൂടിയാണ് അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ഈ വരവ്. എന്നാൽ കാനഡയുടെ ഭവന, ആരോഗ്യ സംരക്ഷണ, മറ്റ് സേവനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ ഇതിന്റെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാകുകയാണ്. അതേസമയം 2022 ആരംഭിച്ച താൽക്കാലിക വിദേശ തൊഴിലാളികൾക്കായുള്ള പദ്ധതി വിപുലീകരിക്കാനുള്ള തീരുമാനവും സർക്കാർ പിൻവലിക്കുകയായിരുന്നു. കൂടാതെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള പഠന വിസകൾ വെട്ടിക്കുറച്ചതും.